അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിവരമുള്ളത്, ഈ റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീശൻ അധ്യക്ഷനായ ഒരു കമ്മീഷൻ ഈ ദുരന്തത്തെ പറ്റി അന്വേഷിക്കും എന്നൊരു വിവരം ഇപ്പോൾ തമിഴ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ആ ജഡ്ജിയുടെ പേര് റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീശൻ. അദ്ദേഹം അധ്യക്ഷനായ ഒരു കമ്മീഷൻ ഈ ദുരന്തത്തെ പറ്റി അന്വേഷിക്കും എന്നാണ് പറയുന്നത്. അത് സർക്കാരിൻ്റെ ഒരു പക്ഷേ ഔദ്യോഗിക തീരുമാനമായിരിക്കും എന്ന് തോന്നുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരമൊരു കണക്ക്, അത്തരമൊരു വിവരം ഈ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം കമ്മീഷനെ പറ്റി ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഈ 67 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ തന്നെ 12 പേരുടെ നില ഗുരുതരമാണ് എന്നൊരു പുതിയ വിവരം കൂടിയുണ്ട്. ഇത് തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ ഈ കാര്യം അറിയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ മരണമടഞ്ഞവരുടെ കാര്യത്തിൽ 7 കുട്ടികളും 13 സ്ത്രീകളും ഉണ്ട് എന്നാണ് പറയുന്നത്. കുഴഞ്ഞു വീണ കുട്ടികളടക്കം 67 പേർ വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിലുണ്ട്. അതിൽ തന്നെ 12 പേരുടെ നില ഗുരുതരമാണ് എന്ന് തമിഴ്നാട് ഏതാണ്ട് ഔദ്യോഗികമെന്ന് നമുക്ക് പറയാവുന്ന മരണക്കണക്ക്, അത് എന്താണ് 38 പേർ മരിച്ചു. അത് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗമായുള്ള ആരോഗ്യമന്ത്രി തന്നെ പറയുന്നതാണ് എന്നാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതിൽ കൂടുതൽ സ്ഥിരീകരണം വേണോ എന്ന് നമുക്കറിയില്ല. റഹീസുന് പക്ഷേ ചെന്നൈയിൽ നിന്ന് കുറച്ചുകൂടി അത് പരിശോധിക്കാൻ കഴിയുമായിരിക്കും. 38 മരണം, അതിൽ 7 കുട്ടികൾ, 13 സ്ത്രീകൾ, ചികിത്സയിലുള്ളവരുടെ എണ്ണം 67 പേരാണ്. അതിൽ 12 പേരുടെ നില ഗുരുതരം. അപ്പോൾ നമ്മൾ കരുതിയതിനൊക്കെ എത്രയോ വലുതാണ് അവിടെ സംഭവിച്ച ഈ മഹാദുരന്തം. ഒരു റാലിയിൽ, ഇത്തരമൊരു റാലിയിൽ യാതൊരു സുരക്ഷാ ക്രമീകരണവുമില്ലാതെ കുറേ ആളുകളെ വിളിച്ചു കൂട്ടുന്നു. അവർക്ക് വെള്ളം നൽകുന്നില്ല, അവർക്ക് നിൽക്കാൻ സ്ഥലമുണ്ടായില്ല, ഇരിക്കാൻ സ്ഥലമുണ്ടായില്ല. ഈ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ ഗ്രൗണ്ട് ആയിരുന്നില്ല. പോലീസ് കൈയും കെട്ടി വളരെ ദൂരെ മാറി നിന്നു. പോലീസിൻ്റെ ഹെൽപ്പ് വിജയ് തേടിയിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് അവിടേക്ക് എത്തിയില്ല. ഒരു കുഞ്ഞിനെ കാണാതായി എന്നൊരു വിവരം വിജയുടെ അടുത്ത് ആരോ പറയുന്നു. ആ കുട്ടിയെ കണ്ടെത്താൻ എല്ലാവരും സഹായിക്കണം എന്ന് പറയുന്നു. അവിടേക്ക് ആളുകൾ ഒരു ഭാഗത്തേക്ക് പോകുന്നു. ഇതിൽ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ലല്ലോ റഹീസ്. അതിലൊരു പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ ആയിരിക്കാം ഈ പറയുന്ന റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീശൻ അല്ലേ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ചെന്നൈയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? വിജയകുമാർ, ഈ ഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ആ വിവരം ശരിയാണ്. അത് ഔദ്യോഗിക വിവരം തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വിവരം തന്നെയാണ്. ജസ്റ്റിസ് അരുണ ജഗദീശൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ്. അത് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചതാണ്. തുടരാം റഹീസ്. അതെ, അല്പസമയം മുൻപ് അദ്ദേഹം മുഖ്യമന്ത്രി കരൂരിലേക്ക് തിരിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു പ്രസ് റിലീസ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലാണ് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ 36 പേർ മരിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് തന്നെ 36 പേർ മരിച്ചിട്ടുണ്ട്. അതിലാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു 10 ലക്ഷം രൂപ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ, ഒപ്പം തന്നെ 3 ലക്ഷം രൂപയാണ് അദ്ദേഹം ഈ ഇത്തരത്തിൽ പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സയ്ക്ക് നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള മിസ്സസ് അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് നൽകുക എന്നുള്ളത്, ഗവൺമെൻറ്റിന് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് നിലവിൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നൽകുന്നത്. അപ്പോൾ അത് ഔദ്യോഗികമായിരിക്കുന്നു, ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകും. മിസ്സസ് അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ കരൂരിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുശേഷം സ്റ്റാലിൻ അത് കരൂരിലേക്ക് എത്തുക കൂടി ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ അദ്ദേഹം ചില മന്ത്രിമാർക്ക്, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സെന്തിൽ ബാലാജിക്കും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും മറ്റ് ചില കരൂരിൽ നിന്നും ഒപ്പം തന്നെ നാമക്കലിൽ നിന്നുമൊക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ എത്തണം എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടി അനുശോചനക്കുറിപ്പ് വരികയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് ആശുപത്രിയിലെത്തി അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ സ്ഥലം സന്ദർശിച്ച് വേണ്ടവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുക എന്നുകൂടി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേശീയ നേതാക്കൾ ഒന്നടങ്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചു കൂടി വരുന്നുണ്ട്. നേരത്തെ പ്രധാനമായിട്ടും ഒരു കാര്യമുണ്ടായിരുന്നത്, അതായത് ഈ കുട്ടികളടക്കം ഇവിടേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും ഈ വിജയ് എത്തുന്ന സ്ഥലത്ത് ആദ്യ ദിവസം ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്. അതായത് തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ പ്രവർത്തകർ ഇരച്ചു കയറി എത്തുകയും അതിനു മുകളിലൊക്കെ കയറി നിന്ന് വിജയെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ഒരുപാട് കടകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു, കേടുപാടുകൾ പറ്റിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വിജയ് സന്ദർശിച്ച രണ്ടിടത്തും കച്ചവടക്കാർ പ്രധാനമായിട്ടും ചെയ്തത് വിജയ് എത്താറാകുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ അതിനുമൊക്കെ വളരെ നേരത്തെ മുൻപ് തന്നെ കടകൾ അടയ്ക്കും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ കുട്ടികളടക്കമുള്ളവർക്ക് വെള്ളം പോലും നൽകാതെയാണ് പല മാതാപിതാക്കളും ഈ കുട്ടികളുമായി ഇത്രയും സമയം അവിടെ നിൽക്കുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടി വരും. നമ്മളത് തിരുച്ചിറപ്പള്ളിയിൽ നേരിട്ട് കണ്ടതാണ്. കാരണം 1 കിലോമീറ്റർ നടന്നാലും കുടിവെള്ളം കിട്ടുന്ന ഒരു കട പോലും ഉണ്ടാകില്ല. ഈ വീടിന് മുന്നിലുള്ള ഗേറ്റുകൾ പലതും പൂട്ടിയിട്ടിരിക്കും. പ്രത്യേകിച്ച് ഈ പല പ്രവർത്തകരും ഈ ടെറസിന് മുകളിൽ അല്ലെങ്കിൽ ഷീറ്റിന് മുകളിലൊന്നും കയറാതിരിക്കാൻ പല വീടുകളുടെയും ഗേറ്റുകൾ പൂട്ടിയിരിക്കും. ഈ കടകളിൽ നിന്ന് വെള്ളം പോലും ലഭിക്കുകയില്ല. അപ്പോൾ അത്തരത്തിൽ TVK പ്രവർത്തകർ എപ്പോഴെങ്കിലും വെള്ളം നൽകിയാൽ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഇവർക്ക് അവിടെ നിന്ന് വെള്ളം പോലും കുടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പേരും ഇത്തരത്തിൽ കുഴഞ്ഞു വീണത് എന്ന് കൂടി പറയേണ്ടി വരും. പിന്നീട് രാത്രിയാണ്, സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയും മുൻനിർത്തി ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നതെല്ലാം വൈകിട്ട് 4 മണിക്ക് മുമ്പ്, എത്ര മാക്സിമം ആയാലും വൈകിട്ട് 4 മണിക്ക് മുൻപ് പരിപാടികൾ തീരുന്ന തരത്തിലാണ് ഈ പരിപാടികളൊക്കെയും. ഈ വിജയ് സംസാരിക്കുന്ന വിജയുടെ പ്രസംഗം 25 മിനിറ്റായി ലിമിറ്റ് ചെയ്ത് അത് നിജപ്പെടുത്തി ഇത്തരത്തിലാണ് അവിടെ അത് പോലീസ് അതിനൊരു അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഇതൊന്നും പാലിക്കപ്പെടാതെ ഇങ്ങനെ പരിപാടി നടത്തിയത് കൊണ്ട് ഉണ്ടായ ഒരു അപകടം എന്നാണ് നിലവിൽ വിമർശനം ഉയരുന്നത്. അതിലേറെക്കുറെ അതിലൊരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ ഈ ആശുപത്രിയിലേക്ക്, കരൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.